ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ചയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. 24-ന് സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. റമദാൻ പ്രമാണിച്ച് നാളെ പൊതു അവധിയായതിനാൽ പത്രികകൾ സ്വീകരിക്കില്ല. പത്രികാ സമർപ്പണത്തിന് പരിമിതമായ സമയം മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21-ന് മുമ്പായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. 40% ഭിന്നശേഷിയുള്ള വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും പോസ്റ്റൽ ബാലറ്റിനുള്ള ഫോം ടോൾ ഡി BLOമാർ വിതരണം ചെയ്തു തുടങ്ങി. പൂരിപ്പിച്ച ഫോമുകൾ BLOമാർ തന്നെ തിരികെ വാങ്ങി വീടുകളിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി പ്രത്യേകം ജീവനക്കാരെ നിയോഗിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ഓഫീസുകൾ സ്ഥാപിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ബാധകമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണത്തിനായി താൽക്കാലിക ഓഫീസുകൾ ആരംഭിക്കുന്നത് നിയമവിധേയമായ ഇടങ്ങളിലായിരിക്കണം. കയ്യേറ്റ സ്ഥലങ്ങളിൽ ഇത്തരം താൽക്കാലിക ഓഫീസുകൾ അനുവദിക്കില്ലെന്നും ഇത് സ്വകാര്യ സ്ഥലമാണെങ്കിലും പൊതുസ്ഥലമാണെങ്കിലും നിരോധനം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മതപരമായ കെട്ടിടങ്ങളിലും അതിന്റെ ക്യാമ്പസുകളിലും പ്രചാരണ ഓഫീസുകൾ അനുവദിക്കില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും താൽക്കാലിക പ്രചാരണ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത്. പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോ ഇന്ന് വൈകിട്ട് ഇരിട്ടിയിൽ നടക്കും. അഴീക്കോട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി KK വിനോദ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും റോഡ് ഷോയും ഇന്ന് പുതിയ തെരുവിൽ നടക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേരു ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരിയാണ് ചെയർപേഴ്സൺ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ S. ബീനാമോൾ മെമ്പർ സെക്രട്ടറിയായാണ് MCMC പ്രവർത്തിക്കുന്നത്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതല വഹിച്ചിരുന്ന 11 ജില്ലാ മജിസ്ട്രേറ്റുമാരും ഇതിലുൾപ്പെടുന്നു. സ്ഥലമാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ചുമതലകൾ ഏറ്റെടുത്ത ശേഷം ഇന്ന് വൈകിട്ട് 3 മണിയോടെ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. നേരത്തെ DIG റാങ്കിലുണ്ടായിരുന്ന 5 പേരെ സ്ഥലം മാറ്റിയിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ചൈത്ര നവരാത്രി ഉത്സവത്തിന് ഇന്ന് തുടക്കമായി. രാജ്യമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർ രാവിലെ ആരതി അർപ്പിച്ചാണ് 9 ദിവസത്തെ ഉത്സവം ആരംഭിച്ചത്. നവദുർഗ എന്നറിയപ്പെടുന്ന ദേവിയുടെ 9 രൂപങ്ങളുടെയും ആരാധനയാണ് ശക്തി, വിശുദ്ധി, ജ്ഞാനം എന്നിവയുടെ പ്രതീകങ്ങളായി ഓരോ ദിവസവും നടക്കുന്നത്. വസന്തകാലത്തോടും ഹിന്ദു പുതുവത്സരത്തോടും ഒത്തുചേരുന്നതിനാൽ ചൈത്ര നവരാത്രിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ചൈത്ര നവരാത്രി ആശംസകൾ നേർന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം അടുത്ത മാസം 30-ന് യാത്ര തിരിക്കും. ആദ്യ വിമാനത്തിൽ ഏപ്രിൽ 30-ന് ഉച്ചയ്ക്ക് 2:10-ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 5:30-ന് ജിദ്ദയിൽ എത്തിച്ചേരും. 432 പേരെ വഹിക്കുന്ന വിമാനം മൊത്തം 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് നടത്തുന്നത്. 17 സാധാരണ ഹജ്ജ് സർവീസും 3 ലഘു ഹജ്ജ് സർവീസുമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.